ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ്, അൺനെസസറി നോട്ടിഫിക്കേഷൻ, ഇതൊക്കെ ചേർന്നാൽ നമ്മുടെ ബാറ്ററി ലൈഫ് കുറയും. അതുകൂടാതെ മൊബൈൽ ഡാറ്റ വേസ്റ്റ് ആവുകയും ചെയ്യും. പക്ഷേ നല്ല കാര്യം എന്താണെന്നാൽ പ്ലേ സ്റ്റോറിലുള്ള ചില സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി കുറക്കാം, ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ചെയ്യാം, ഡാറ്റ യൂസേജ് സേവ് ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോയിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്ലേ സ്റ്റോർ എങ്ങനെ പ്രോപ്പർലി ഒപ്റ്റിമൈസ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഓരോരോ സെറ്റിംഗ്സിന്റെ പിന്നിലും ഓരോരോ റീസൺ ഉണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യം നമ്മൾക്ക് പ്ലേ സ്റ്റോറിന്റെ ഫോൺ സെറ്റിംഗ്സ് മുതൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോർ ആപ്പിന്റെ ഫോൺ സെറ്റിംഗ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ആപ്പിന്റെ മുകളിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് ആപ്പ് ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ടാപ്പ് ചെയ്യുക. ഇതാണ് പ്ലേ സ്റ്റോറിന്റെ ആപ്പ് ഇൻഫോ പേജ്. ഇവിടെ നിന്നാണ് റിയൽ ഒപ്റ്റിമൈസേഷൻ തുടങ്ങുന്നത്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് കാച്ചെ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാം. ഒന്ന് ക്ലിയർ സ്റ്റോറേജ്, ഒന്ന് ക്ലിയർ കാച്ചെ. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാച്ചെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. കാച്ചെ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഫയലാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ഡാറ്റയാണ് ഇവിടെ ശേഖരിക്കുന്നത്. നമ്മൾ കാച്ചെ ക്ലിയർ ചെയ്താലുള്ള ബെനിഫിറ്റ് ആപ്പ് ലൈറ്റർ ആവുകയും ചെയ്യും. അതുകൂടാതെ ബാക്ക്ഗ്രൗണ്ട് ലോഡ് കുറയുകയും ചെയ്യും. പിന്നെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണ്. നിങ്ങളുടെ ഒരു ഡാറ്റയും ഇതിൽ നിന്ന് ഡിലീറ്റ് ആവുകയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ കാച്ചെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കാച്ചെ 0B. നമ്മുടെ കാച്ചെ ഒക്കെ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ശേഷം നമ്മൾക്ക് ചെയ്യേണ്ടത് ബാറ്ററി റെസ്ട്രിക്റ്റഡ് ആണ്. അതിനായി നിങ്ങൾ താഴെ കാണുന്ന ബാറ്ററി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ബാറ്ററി ഓപ്ഷനിൽ താഴെയുള്ള റെസ്ട്രിക്റ്റഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നോർമലി പ്ലേ സ്റ്റോർ ബാക്ക്ഗ്രൗണ്ടിൽ നിരന്തരം റൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആപ്പ് തുറക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ്, ഡൗൺലോഡ്, ഡാറ്റ എല്ലാം അതിൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്താൽ അൺനെസസറി ബാറ്ററി ഡ്രെയിൻ മാത്രമാണ് നമ്മൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നമ്മളുടെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകുന്നതിന് ഒരു കാരണം ഇതാണ്. അതിനാൽ റെസ്ട്രിക്റ്റഡ് ആക്കുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ശേഷം നമ്മൾ ബാക്ക് പോവുക. ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾക്ക് ഇവിടെ കാണാം, മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്നുള്ളത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ താഴെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ മിക്കവരും ഓപ്പൺ ആക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾ അത് ഓഫ് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാലുള്ള കുഴപ്പം, നമ്മൾ പ്ലേ സ്റ്റോർ തുറക്കാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ മൊബൈൽ ഡാറ്റയുടെ MB ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓഫ് ചെയ്താലും പ്ലേ സ്റ്റോർ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒരു പ്രോബ്ലവും വരില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്തു വെച്ചു. ഇതിനുശേഷം നമ്മൾ ബാക്ക് പോവുക. ബാക്ക് പോയതിനു ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ റൈറ്റ് സൈഡിൽ അക്കൗണ്ട് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴെ പോയി ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ടാപ്പ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾ ജനറൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെക്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഓരോ നോട്ടിഫിക്കേഷൻ വന്നാലും ഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയാണ്. ഇതുകൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങാനും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ഡാറ്റ ആവശ്യമില്ലാതെ നഷ്ടപ്പെടുകയുമാണ്. ഒരു സാധാരണ യൂസർക്ക് ഈ നോട്ടിഫിക്കേഷന്റെ ഒരാവശ്യവുമില്ല. അതിനായി നിങ്ങൾ മുകളിൽ കാണുന്ന അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അത് ഇവിടെ ക്ലോസ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ ബാക്കിലേക്ക് ജനറൽ ഓപ്ഷനിലേക്ക് തന്നെ പോവുക. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ളത്. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ താഴെ നിങ്ങൾക്ക് കാണാം ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, നിങ്ങൾക്കൊരു 20 അല്ലെങ്കിൽ 30 ആപ്പുകൾ ഉണ്ടെങ്കിൽ ഓരോ ആപ്പും ആഴ്ചയിൽ പല തവണ അപ്ഡേറ്റ് വരും. അപ്പോൾ നിങ്ങൾ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ്സ് ആപ്സ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡെയിലി ബാക്ക്ഗ്രൗണ്ടിൽ അപ്ഡേറ്റ് നടക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നമ്മളുടെ ഫോൺ സ്മൂത്ത് ആയിരിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ആപ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിനു ശേഷം സാധാരണ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലുള്ള അക്കൗണ്ട് ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക.
ഇവിടെ നിങ്ങളുടെ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അൺനെസസറി അപ്ഡേറ്റ് നമ്മൾക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ലാസ്റ്റ് വേർഷൻ അപ്ഡേറ്റ് മാത്രം നമ്മൾക്ക് ഇവിടുന്ന് ചെയ്യുകയും ചെയ്യാം. ശേഷം നമ്മൾക്ക് ബാക്ക് പോകാം. വീണ്ടും നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിലുള്ള അക്കൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 2 ഓപ്ഷനാണ് കാണിക്കുന്നത്. ഒന്ന് സ്കാൻ ആപ്പ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ, രണ്ടാമത് ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ മുകളിൽ കാണുന്ന സ്കാൻ ആപ്പ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കുക. കാരണം ഇത് നമ്മൾക്ക് യൂസ്ഫുൾ ആണ്. രണ്ടാമത് കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ചാലുള്ള കുഴപ്പം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി ഇത് വല്ലാണ്ട് കൂട്ടും. അതുകൂടാതെ നമ്മളുടെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങുന്നതിനും ഇത് ഒരു കാരണമാണ്. നോർമൽ യൂസർക്ക് ഇത് ഒരിക്കലും ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ചെയ്താൽ പ്ലേ സ്റ്റോർ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ കുറച്ച് മാത്രമേ പ്രവർത്തിക്കൂ. ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഡാറ്റ യൂസേജ് സേവ് ചെയ്യുകയും ചെയ്യും. ഫോൺ ഓവറോൾ സ്മൂത്ത് ആവുകയും ചെയ്യും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും പ്ലേ സ്റ്റോർ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.